മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും സ്റ്റേറ്റ്മെന്റുകൾ കിട്ടാറുണ്ട് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് കാര്യമാണ് NAV അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ, യൂണിറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന കമന്റുകളും നമുക്ക് ലഭിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും ആ വീഡിയോകൾ പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് 2-3 വീഡിയോകളാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലും ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കാൽക്കുലേഷൻ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് റുപ്പിമംഗ് ഈ വീഡിയോ ചെയ്യാണ്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. NAV നെറ്റ് അസറ്റ് വാല്യൂ, അതിന്റെ മറ്റൊരു പേരിൽ പറയുകയാണെന്നെങ്കിൽ പെർ യൂണിറ്റ് വാല്യൂ എന്നും പറയാം. അതായത് ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ടിന് ടോട്ടൽ കുറെ സ്റ്റോക്കുകൾ നിക്ഷേപമുണ്ട്, കുറച്ച് ബോണ്ടുകൾ നിക്ഷേപമുണ്ട്, കുറച്ച് അവരുടെ ക്യാഷ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഒരു തുക ഉണ്ടായിരിക്കുമല്ലോ. ആ തുകയെ അതുവരെയും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന വിലയാണ് ഈ NAV അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് എന്ന് പറയാം. മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? സ്റ്റോക്കുകളിലും അതുപോലെ കടപ്പത്രങ്ങളിലും കുറച്ച് ക്യാഷ് ആയിട്ടും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, നമ്മൾ കൊടുക്കുന്ന പൈസ പൂള് ചെയ്തുകൊണ്ട് അങ്ങനെ പല സ്റ്റോക്കുകളും കടപ്പത്രങ്ങളും ഒക്കെ വാങ്ങി നമ്മളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ XYZ എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിൽ ABC എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ABCയുടെ NAV അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താവും വെച്ചാൽ ABC അന്നേ ദിവസം ഏതൊക്കെ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ റിലയൻസിന്റെ 1,00,000 ഷെയർ വാങ്ങിയിട്ടുണ്ട്, TCSന്റെ 10,000 ഷെയർ വാങ്ങിയിട്ടുണ്ട്. ഈ 2 ഷെയറുകളാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ റിലയൻസിൽ 2,500 കോടിയും TCSല് 10 കോടിയും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 2,510 കോടിയായിരിക്കും അതിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഈ മ്യൂച്വൽ ഫണ്ടില് അന്നേ ദിവസം ഇട്ടിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,10,000 ആണ് എന്നുണ്ടെങ്കിൽ 2,510 കോടി ഡിവൈഡഡ് ബൈ 25,10,000 ആ തുകയായിരിക്കും ഇതിന്റെ NAV എന്ന് പറയുന്നെങ്കിൽ. അപ്പോ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ കയ്യിലുള്ള ടോട്ടൽ സ്റ്റോക്കുകളുടെ വില ഡിവൈഡഡ് ബൈ അന്ന് വരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള യൂണിറ്റ് വില, അതാണ് ഈ NAV എന്ന് പറയുന്നെങ്കിൽ. ഈ NAVയുടെ പ്രത്യേകത എന്താ? ഇന്ന് നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ വിലയിലായിരിക്കും നമുക്ക് കിട്ടുന്ന യൂണിറ്റ് കിട്ടുക. അതായത് നമ്മളിപ്പോ 10,000 രൂപ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ യൂണിറ്റ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 യൂണിറ്റുകൾ നമുക്ക് കിട്ടും. അതായത് 10,000-നെ ഒരു യൂണിറ്റിന്റെ വിലയായിട്ടുള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 100 യൂണിറ്റ് ആയിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്യുക. ഇനി മറ്റൊരാളുടെ കയ്യില് 500 യൂണിറ്റ് ഉണ്ട്, അയാൾ വിൽക്കുകയാണ്, 50 യൂണിറ്റ് അതിൽ നിന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ഇൻറ്റു ഓരോ യൂണിറ്റിനും ഇയാൾക്ക് 100 രൂപ വെച്ച് കിട്ടും. അതായത് അപ്പൊ അയാൾക്ക് 5,000 രൂപ അയാൾക്ക് അത് പിൻവലിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അയാള് 20 രൂപയ്ക്കായിരിക്കും അത് വാങ്ങിയിട്ടുണ്ടാവുക. 20 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള 50 യൂണിറ്റുകൾ വെറും 1000 രൂപയാണ് അയാൾ ചെലവാക്കിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരു യൂണിറ്റിന് 50 രൂപ വെച്ച് കിട്ടുക എന്ന് പറയുന്നെങ്കിൽ 50 ഇൻറ്റു 50, അതായത് 2,500 രൂപ കിട്ടി. 1000 രൂപ മുടക്കിയിട്ട് 2,500 രൂപ അയാൾക്ക് തിരികെ കിട്ടി എന്നർത്ഥം. യൂണിറ്റ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള അതിന്മേലുള്ള അസറ്റുകളുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഈ യൂണിറ്റ് വില കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മ്യൂച്വൽ ഫണ്ട് നടത്തിക്കൊണ്ടുപോകാൻ ഒരു ചാർജ് ഒക്കെ ഉണ്ട് അല്ലെ. മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, മ്യൂച്വൽ ഫണ്ടിന്റെ പരസ്യങ്ങൾക്കുള്ള സാലറി കൊടുക്കണം, അതുപോലെ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ചെലവുകൾക്ക് ഉള്ള ചെലവുകളുണ്ട്, അല്ലെങ്കിൽ ടാക്സുകൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ചെലവുകളുണ്ട്. ഈ ചെലവുകളെല്ലാം മ്യൂച്വൽ ഫണ്ട് കമ്പനി എടുക്കില്ല. ആ ചെലവുകളെല്ലാം നമ്മളുടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുന്നതിന് ഒരു മാക്സിമം എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. സാധാരണഗതിയിൽ 1% താഴെയൊക്കെ ആയിരിക്കും ഒരു വർഷം നമ്മളുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുക. അതായത് ഇപ്പോ 0.5% ആണ് ഈ സ്പെസിഫിക് മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഇട്ട ഒരാളുടെ കയ്യിൽ നിന്ന്
ഒരു വർഷം 500 രൂപ ഇങ്ങനെ എക്സ്പെൻസ് ആയിട്ട് പിടിക്കുമെന്നർത്ഥം. ഇപ്പോഴാണ് ഈ എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്ന് വരെയുള്ള എക്സ്പെൻസിന്റെ ഒരു പോർഷൻ അന്നേ ദിവസം തന്നെ കട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 0.5% കമ്മീഷൻ അല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 0.5നെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള വാല്യൂ 0.0013% ഓരോ ദിവസവും കട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഞാൻ നേരത്തെ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുലയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ അസറ്റുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്താണ് ഈ എക്സ്പെൻസും കൂടെ കുറയ്ക്കണം അല്ലെ. ടോട്ടൽ വാല്യൂ മൈനസ് എക്സ്പെൻസ് അതായിരിക്കും ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ. ആ മാർക്കറ്റ് വാല്യൂവിനെ അന്ന് വരെയുള്ള യൂണിറ്റുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ NAV എത്രയാണെന്ന് അറിയോ? 10 രൂപയാണ് അതിന്റെ NAV. അപ്പൊ ഈ 10 രൂപ NAV-യിൽ അനൗൺസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു 20 പേര് 10,000 രൂപ വെച്ച് നിക്ഷേപിച്ചു എന്ന് കരുതുക. അപ്പൊ ടോട്ടൽ നിക്ഷേപം എത്രയായി? 2 ലക്ഷം രൂപയാണ് നിക്ഷേപം. അപ്പൊ ഈ NFO കഴിഞ്ഞിട്ട് യൂണിറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 20 ലക്ഷം രൂപ ഒന്നാം ദിവസത്തെ NAV ആയിട്ടുള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 20,000 യൂണിറ്റുകളാണ് ഉണ്ടാവുക അല്ലെ. അതായത് ഒരാൾക്ക് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു യൂണിറ്റിന്റെ വിലയായിട്ടുള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 യൂണിറ്റ് വെച്ച് അയാൾക്ക് അലോക്കേറ്റ്. 10,000 രൂപ ഒന്നാം ദിവസം ഇട്ടിട്ടുള്ള ആൾക്ക് എന്തുണ്ടാവും? 1000 യൂണിറ്റുകൾ കിട്ടും. ഓരോ യൂണിറ്റിന്റെ വിലയും 10 രൂപ. അതായത് അയാൾക്ക് കൃത്യമായിട്ട് അന്നത്തെ വിലയായിട്ടുള്ള 10,000 രൂപ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടില് കുറെ സ്റ്റോക്കുകളിലൊക്കെ ബൈയും സെല്ലും ഒക്കെ നടത്തിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് വില 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആ മാർക്കറ്റ് വാല്യൂ 2,02,000 ആയിട്ട് വർദ്ധിച്ചു എന്ന് കരുതുക. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷം എന്നുള്ളത് 2,02,000 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ അന്ന് വൈകിട്ട് അതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തും അല്ലെ. അങ്ങനെ കണക്കെടുപ്പ് നടത്തിയിട്ട് കണ്ടുപിടിച്ചാണ് 2,02,000 ആയി. യൂണിറ്റുകളായിട്ടുള്ള 20,000 യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഈ 2,02,000-നെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 10.1 ആയിരിക്കില്ല അതിന്റെ ആ സമയത്ത് NAV. എന്തുകൊണ്ടാ? ആ സമയത്ത് NAV കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2,02,000 മൈനസ് അന്നത്തെ എക്സ്പെൻസ്. അന്നത്തെ എക്സ്പെൻസ് എന്താണ്? 0.5%-ന്റെ 365 ഒരു ഭാഗം. അതായത് ഒരു ദിവസത്തെ അതിന്റെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2,02,000 ഇൻറ്റു 0.05/365.00 എന്നുള്ളതായിരിക്കും. അതായത് ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 276 രൂപ വരും. അതായത് 2,02,000-ന് പകരമായിട്ട് 2,02,000 മൈനസ് 276, അതായത് 2,01,724 ആയിരിക്കും ഒന്നാം ദിവസത്തെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. അതിനെ 20,000 എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 10.086 ആണ് കിട്ടുക. ശരിക്കും എക്സ്പെൻസ് ഇല്ലായിരുന്നെങ്കിൽ 10.1 കിട്ടേണ്ട അടുത്ത് 10.086. നമ്മൾക്ക് NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ അസറ്റിൽ നിന്നും അതിന്റെ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള തുകയെ അതിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് NAV കാൽക്കുലേറ്റ് ചെയ്യുന്നതും എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. നമ്മൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ്, നമ്മളുടെ യൂണിറ്റുകളിൽ നിന്ന് എക്സ്പെൻസ് കഴിച്ചിട്ടുള്ള തുക നമ്മളുടെ യൂണിറ്റ് വിലയായിട്ട് വർദ്ധിച്ചോ കുറഞ്ഞോ വരുന്നതും ചെയ്യും. അപ്പൊ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുകളിലേക്ക് പോകുന്ന ഒരു സംഗതിയല്ല. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ NAV കൂടുകയും അതേസമയം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ NAV കുറയുകയും ചെയ്യും. NAV കുറയുന്നതിനനുസരിച്ച് എക്സ്പെൻസും ഉണ്ടാവും. എക്സ്പെൻസും NAV-യും കൂടെ കുറഞ്ഞ് കുറച്ചുകൂടെ താഴേക്കുള്ള വിലയിലേക്ക് വരും. അപ്പൊ 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ 15 രൂപയായിട്ട് വർദ്ധിക്കാം, ചിലപ്പോൾ അത് 9 or 8 ഒക്കെ ആയിട്ട് കുറയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിക്ഷേപ മാർഗമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലാഭത്തോടൊപ്പം തന്നെ നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.